വാ 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 വാ. ഇത് ചെയ്തില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും പണി കിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീറ്റൈനിങ് വാള് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് സെല്ലാറ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വരുന്ന സ്ട്രക്ചറുകൾ, അതുപോലെ തന്നെ റീറ്റൈനിങ് വാൾസ്, ഉൾഭാഗത്ത് റൂം, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന പോർഷൻസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീറ്റൈനിങ് വാള് അതുപോലുള്ള സ്ട്രക്ചറുകൾ ചെയ്യുന്നത് SBS വാട്ടർ പ്രൂഫിങ്, അതുപോലെ തന്നെ API മെമ്പറൈൻ ഷീറ്റ് വാട്ടർ പ്രൂഫിങ്, അതുപോലെ തന്നെ HTPE വാട്ടർ പ്രൂഫിങ്. നമ്മളിവിടെ ചെയ്യുന്നത് HTP എന്ന് പറയുന്ന റബ്ബർ ബ്യൂട്ടൈൻ ബേസ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓസ്ട്രേലിയൻ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. 1.5 mm തിക്നെസ് വരുന്ന ഒരു മെമ്പറൈനാണ് ഇത്. സെൽഫ് അഡ്ഹസീവ് ആണ്. അതുപോലെ തന്നെ നമ്മളിത് ഒരു പ്രൈമറിലേക്കാണ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ ഇതിന് മേലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഇതിനുശേഷം ഡിംപിൾ ബോർഡ് കൊടുക്കുന്നുണ്ട്. ബ്യൂട്ടൻ ഷീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചറിലേക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡാമേജ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡിംപിൾ ബോർഡ് അപ്ലൈ ചെയ്യുന്നത് പുറത്തുനിന്ന് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ സ്ട്രക്ചറിന് ഡാമേജ് വരാതിരിക്കാനും, അതുപോലെ വാട്ടർ വന്നു കഴിഞ്ഞാലും സ്ട്രക്ചറിലേക്ക് തട്ടാതെ ഇതിൻ്റെ ഇടയിലൂടെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഡിംപിൾ ബോർഡ് അപ്ലൈ ചെയ്യുന്നത്. റിട്ടേണിംഗ് വാളിന് മേലേക്ക് 1.5 mm തിക്നെസ് ഉള്ള HTPI ഷീറ്റ് ചെയ്തതിന് ശേഷം അതിന് മേലേക്ക് ഡിംപിൾ ബോർഡ് അപ്ലൈ ചെയ്യണം. ഡിംപിൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാക്ക് ഫില്ല് ചെയ്യുമ്പോൾ കൊടുത്തേക്കുന്ന ഈ പറയുന്ന മെമ്പറൈനെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ ഡിംപിൾ ബോർഡ്. ഡിംപിൾ ബോർഡ് എന്ന് പറയുന്നത് 600 GSM വരുന്ന ഡിംപിൾ ബോർഡാണ് ഇവിടത്തേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്താലും ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു.